ചെറുതിലെ കണ്ട ഓർമ്മകളൊന്നും അത്ര ഉണ്ടാവില്ലല്ലോ നമുക്ക്. പക്ഷെ ഇപ്പം കണ്ടപ്പോഴേക്കും ഭയങ്കര വിഷമം. മമ്മൂക്കയുടെ അഭിനയം ഒരു രക്ഷയില്ല. മുരളി എല്ലാവരും കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത്ര ഓർമ്മയില്ല. കണ്ടതാണ്, ചെറുതിലെ കണ്ടതാണ്. പക്ഷേ ഇപ്പം ഒന്നും കൂടി കാണാനൊരു അവസരം കിട്ടിയത് വളരെ ഭാഗ്യമായിട്ടാണ്. കരഞ്ഞു ഞാൻ മാത്രമല്ല, എല്ലാവരും കരുതിയിട്ടുണ്ട്. നമുക്ക് ഒട്ടും ബോറടിച്ചില്ല. ശരിക്കും ആ ഒരു ഫീലോടുകൂടി തന്നെ കാണാൻ പറ്റും. കരച്ചിൽ മാറിയിട്ടില്ല അവിടെ, അന്നെടുത്ത ഫ്രെയിമുകളൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല എത്രാമത്തെ പ്രാവശ്യം കാണുന്നത്. പണ്ടും ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ കണ്ടു. അതേ എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പൊ കിട്ടിയത്. അതൊന്നുകൂടെ ബെറ്റർ ആണോ? ഞാൻ മത്സരയുടെ അസോസിയേറ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ അത് കാണുമ്പോൾ കൂടുതൽ എഫക്റ്റ് ഉണ്ട്. ഇമോഷണലി ഭയങ്കര കണക്ട് ആവുന്ന സാധനമാണ്. ഫ്രെയിംസ് ഒക്കെ ഇപ്പൊ കാണുമ്പോൾ അന്നൊക്കെ ഇത് എങ്ങനെ എടുത്തു എന്ന് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്. ക്ലൈമാക്സിൽ കരച്ചിലായിരുന്നോ? സങ്കടം വന്നോ? കരയൊന്നുമില്ല, പക്ഷെ ഇപ്പോഴത്തെ ഫിലിംസിന് മിസ് ചെയ്യണ സാധനമാണ് ആ ഇമോഷണൽ കണക്ട്. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നമുക്കിപ്പോൾ കാണുമ്പോൾ. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ടി വിയിലേ കണ്ടിട്ടുള്ളൂ. വലിയ സ്ക്രീനിൽ കാണുമ്പോൾ അതും എന്താ പറയുക, ഒരു മാസ്റ്റർ പീസ് തന്നെ വീണ്ടും കാണുമ്പോൾ ഉള്ളൊരു സുഖമുണ്ട്. എല്ലാവരിങ്ങനെ നിർമ്മാണം കഴിഞ്ഞായിരുന്നു. പരതാട്ടനായിരുന്നു ഡയറക്ടർ. അത് കഴിഞ്ഞുള്ള സിനിമയാണത്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നല്ല സിനിമകൾ ചെയ്യാൻ പരതാട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എന്നും പരതാട്ടനിങ്ങളുടെ മനസ്സിലുണ്ട്. പിന്നെ എന്നും അവരെ എന്നും ജീവിച്ചിരിക്കും കേട്ടോ. അല്ലേ? എല്ലാം കണ്ടെത്തു വന്നു. അന്ന് ജനിച്ചിട്ടുണ്ടോ? 100 വർഷം കഴിഞ്ഞാലും അവരും ഇല്ല. 90% ആൾക്കാരില്ല. 10% ആൾക്കാർ ജീവിച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ലക്കി ജീവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭയങ്കര മെമ്മറി. ഭരതേട്ടനൊക്കെ ഇങ്ങനെ മനസ്സിൽ ക്ലൈമാക്സ് കണ്ടപ്പോൾ ഇപ്പോൾ സങ്കടമായി പോയി. ഒന്നും ഭയങ്കര ടച്ചിങ് ഉണ്ട്. വലിയൊരു ക്യാൻവാസിനുള്ള സിനിമയായിരുന്നല്ലോ അത്. അതെ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്നു പങ്കുവെച്ചതല്ലായിരുന്നു. ഓർമ്മ അന്ന് മധുവേട്ടനൊക്കെ വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും ടെൻഷനായിരുന്നില്ലേ. കാരണം കടലിൻ്റെ തിരകളടിക്കും, ഷൂട്ടിങ് പോകും. നമ്മൾ 1.5 ലക്ഷം അടി ഞങ്ങൾ എക്സ്പോസ് ചെയ്തു. 10,000 അടി മതി സിനിമയ്ക്ക്. അത്രയും ഞങ്ങൾ എക്സ്പോസ് ചെയ്തു ഇതിന് വേണ്ടിയിട്ട്. വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമ. എനിക്ക് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ 8 കിലോ കുറഞ്ഞു. ഇത്ര വെയിലും ഈ മഴയും എല്ലാം അനുഭവിച്ചാണ്. ഞാൻ 12 സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയൊന്നും ഏറ്റവും ഭയങ്കര ഫീൽ ചെയ്ത സിനിമയാണ്. ഇപ്പം സിനിമ കണ്ടപ്പോൾ ആ ഓർമ്മകളിലേക്ക് എല്ലാം പോയോ? തീർച്ചയായിട്ടും. കുറച്ചേറെ ഇങ്ങനെ ഓർക്കുകയാണ് കുറേ കാര്യങ്ങൾ. സ്ലാങ് ഒക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം പോകുന്നൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ സ്ലാങ്ങിനൊക്കെ ആൾക്കാർ കൈയടിച്ചു വേണം. അപ്പോൾ സ്ലാങ് ഇഷ്ടപ്പെട്ടു. ക്ലാസിക് ഹിറ്റാണ് ഇന്ന് വീണ്ടും. തീർച്ചയായിട്ടും ക്ലാസിക് ഹിറ്റായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇതിനൊരു പിരീഡില്ല. ഇത് 35 വർഷം ഇനിയും 35 വർഷം കഴിഞ്ഞാലും, കാരണം റിയാലിറ്റിയാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിനൊരു എന്നും ഒരു ക്ലാസിക് ഹിറ്റായിരിക്കും. ഓക്കെ.